Bismillahirrahmanirrahim. Innalhamdulillah. Wassalatu wassalamu ala rasulillah. Wa ala alihi wa sahbihi ajma'in. Assalamu alaikum wa rahmatullahi wa barakatuh. നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂൽ സലാസയുടെ ഷറഹ് വായിക്കുകയാണ്. അതിൻ്റെ ആമുഖത്തിൻ്റെ വിശദീകരണം ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുള്ളയുടേതാണ്. അതിൽ ആദ്യത്തെ പ്രബന്ധം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രബന്ധം റിസാലത്തു സാനിയത്ത്, the second risala, treatise, the three matters that is obligatory upon Muslim to learn and act upon. Ilam rahimakallah annahu yajibu ala kulli muslimin wa muslimatin ta'allamu salati hadhihi al-masaila wal amalu bihinna. Know, may Allah have mercy upon you, that it is obligatory upon every Muslim, male and female, to learn and act upon the following three matters. രണ്ടാമത്തെ പ്രബന്ധം, ഒരു മുസ്ലിമിന് നിർബന്ധമായും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഇതാണ് രണ്ടാമത്തെ പ്രബന്ധം. അറിയുക, അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്കുണ്ടാകട്ടെ. ഏതൊരു മുസ്ലിമിനും നിർബന്ധമായി അറിയേണ്ട, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവൻ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും വേണ്ട 3 നിർബന്ധ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രബന്ധം. ഏതൊരു മുസ്ലിം, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവന് നിർബന്ധമായി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട 3 നിർബന്ധ കാര്യങ്ങൾ. ദശറ, വിശദീകരണം. നോ. അപ്പോൾ ഇനി ഈ പറഞ്ഞതിൻ്റെ ഓരോന്നിൻ്റെയും വിശദീകരണമാണ് പറയാൻ പോകുന്നത്. No, the explanation for this word has proceeded, meaning that it is a word that indicates that which comes after it is of utmost importance, and the meaning of it is to learn with comprehension and certainty. അറിയുക, ഈ വാക്ക് നമ്മൾ മുമ്പ് വിശദീകരിച്ച് കഴിഞ്ഞു പോയതാണ്. ഈ വാക്കിന് ഉദ്ദേശിക്കുന്നത് ഇതിന് ശേഷം പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ്. ഇതിനർത്ഥം അത് പഠിക്കുക, എങ്ങനെ ശരിക്കും ഗ്രഹിച്ചുകൊണ്ടും ഉറച്ചതായിട്ടും ആ രീതിയിലാണ് അത് പഠിക്കേണ്ടത്. May Allah have mercy upon you. This is a supplication for Allah to have mercy upon you, and the explanation for this has also proceeded, and it is that it is befitting that the teacher show kindness towards the student, and that he supplicates for him, and verily this is from the greatest means of teaching. And it is not befitting for the teacher to turn towards the student with harshness and sternness, because this will cause him to flee from knowledge. അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്കുണ്ടാകട്ടെ. ഇത് ഒരു ദുആ ആണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നിനക്കുണ്ടാകാൻ. ഇതിൻ്റെ വിശദീകരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് കാരുണ്യത്തോടെ പെരുമാറണം. അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് പഠിപ്പിക്കുന്നതിനുള്ള ഒരു മഹത്തായ മാർഗമാണ്. ഒരു അധ്യാപകന് ഉചിതമല്ല അവൻ്റെ വിദ്യാർത്ഥിയോട് പരുഷമായി പെരുമാറാൻ. ഇത് വിജ്ഞാനത്തിൽ നിന്ന് ഓടിയകലാൻ അത് കാരണമാകും. It is obligatory, al-wujub, obligation, which is known to the people of fiqh, Islamic jurisprudence, as an obligation which a person is binding to do, and they have defined it to be that a person is rewarded for doing it and is punishment if he does not do it. അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. അൽ വുജൂബ് എന്ന് പറഞ്ഞാൽ നിർബന്ധം. ഇത് ഫിഖിന്റെ പണ്ഡിതന്മാർക്കിടയിൽ നിർബന്ധ കാര്യമെന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവനത് ചെയ്താൽ അവന് പ്രതിഫലമുണ്ടാകും. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും. The origin of wujub in the Arabic language is that which is firm and established. So it is said, such a thing has been obligated, meaning it is firm and established. For example, Allah the Most High says, فَإِذَا وَجَبَتْ جُنُوبُهَا. Then when they are down on their sides after slaughter, meaning they fell firmly on the ground and are established as dead after having been alive. فَكُلُوا مِنْهَا وَأَطْعِمُوا. Eat thereof and feed the poor who do not ask men. Chapter 22:36. വുജൂബിൻ്റെ ഉത്ഭവം അറബി ഭാഷയിൽ അതിനർത്ഥം അത് ഉറച്ചതും സ്ഥാപിക്കപ്പെട്ടതുമെന്നാണ്. അപ്പോൾ ഒരു കാര്യം നിർബന്ധമെന്ന് പറഞ്ഞാൽ അത് ഉറച്ചതും അത് സ്ഥാപിക്കപ്പെട്ടതുമാണ്.
ഉദാഹരണമായി അത്യുന്നതനായ അള്ളാഹു പറഞ്ഞു, ഈ മൃഗങ്ങളെ അറുത്തതിന് ശേഷം അതിൻ്റെ പാർശ്വങ്ങളിൽ അത് വീണ് കഴിഞ്ഞാൽ, അഥവാ അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതിനു മുമ്പ് അതിന് ജീവനുണ്ടായിരുന്നു, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക. ചോദിക്കാതെ വരുന്നവർക്ക് നിങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. അധ്യായം 22 വചനം 36. It is obligatory upon us. This indicates to us that this affair is not from that which is recommended. Istihbab. A person does it if he likes or leave it if he likes. Rather, this affair is from that which Allah has obligated. And this obligation is not on behalf of the author. May Allah have mercy upon him. It is only on account of Allah and in that which has been revealed in the book and the Sunnah that these three matters are obligated upon the servants of Allah. ഇത് നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യത്തിൽപ്പെട്ടതല്ല. ഒരു വ്യക്തിക്ക് അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. എന്നാൽ ഇത് അള്ളാഹു നിർബന്ധമാക്കിയതാണ്. ഈ നിർബന്ധം ഗ്രന്ഥകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായതല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം അദ്ദേഹത്തിനുണ്ടാവട്ടെ. ഇത് അള്ളാഹു കണക്കാക്കിയതാണ്. ഇത് ഖുർആനിലും സുന്നത്തിലും അവതരിപ്പിക്കപ്പെട്ടതാണ്. ഈ 3 നിർബന്ധ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. It is obligated upon every Muslim, male and female, and this means every male or female from the Muslims, and it is the same whether they are free men and women or slaves. This is because women take share in many things that are obligated upon the man, except those obligations which the evidences indicate that is specifically for the man, and the obligations that are specifically for the men are offering congregational prayer inside the masjid, Salatul Jummah, and visiting the graves, and jihad in the way of Allah. അപ്പോൾ ഓരോ മുസ്ലിം സ്ത്രീക്കും പുരുഷനും നിർബന്ധമാക്കിയത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, മുസ്ലിങ്ങളിൽപ്പെട്ട സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, അത് സ്വതന്ത്രനായ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ അല്ലെങ്കിൽ അടിമകളാകട്ടെ, കാരണം സ്ത്രീകളും ഇതിന് പങ്കുണ്ട്. ഒരു പുരുഷന് നിർബന്ധമാക്കപ്പെട്ടതെല്ലാം ഒരു സ്ത്രീക്കും നിർബന്ധമാണ്. പുരുഷനോട് നിർബന്ധമെന്ന് പ്രത്യേകമായി പറഞ്ഞത് ഒഴികെ. ഉദാഹരണമായി പുരുഷനോട് നിർബന്ധമാക്കി പ്രത്യേകമായി പറഞ്ഞത് മസ്ജിദിൽ പോയി ജമാഅത്തായി നമസ്കരിക്കലും ജുമാ നമസ്കാരവും ഖബറുകൾ സന്ദർശിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കലുമാണ്. So whenever the evidence indicates that something is specific for the men, then it is specific for them. However, the fundamental principle regarding the men and the woman when it comes to the obligations and refraining from prohibitions is that they both share the same responsibility in carrying them out. And from that is learning of knowledge that is obligated upon the men and women, for it is not possible to worship Allah the Mighty and the Majestic, the one who created us for its purpose, without learning the necessary knowledge which will help us to understand how He is to be worshipped. And this is something that is obligated upon both the men and women, that they learn the affairs of their religion, especially the affairs of Aqidah, creed, belief. അപ്പോൾ പുരുഷന് മാത്രം നിർബന്ധമെന്ന് പ്രത്യേകമായി പറഞ്ഞതാണെങ്കിൽ അത് പുരുഷന് മാത്രം നിർബന്ധമാണ്. എന്നാൽ അടിസ്ഥാന തത്വം പുരുഷനും സ്ത്രീക്കും നിർബന്ധമാക്കപ്പെട്ടതും ഹറാമാക്കപ്പെട്ടതും നിരോധിക്കപ്പെട്ടതും അതിൽ നിന്ന് വെടിയാനും പറയുന്നത് പുരുഷനും സ്ത്രീയും ഒരേ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കുന്നതിലുള്ളത്. അതിൽപ്പെട്ടതാണ് പഠിക്കൽ, വിജ്ഞാനം പഠിക്കൽ. അത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് സ്ത്രീക്കും പുരുഷനും. കാരണം അള്ളാഹുവിനെ ആരാധിക്കാൻ സാധ്യമല്ല, മഹാനായ അള്ളാഹുവിനെ ആരാധിക്കാൻ സാധ്യമല്ല. അള്ളാഹു നമ്മെ ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് ആവശ്യമായ വിജ്ഞാനം നമുക്ക് ഉണ്ടാകണം, അവനെ എങ്ങനെയാണ് ആരാധിക്കണം എന്ന് മനസ്സിലാക്കാൻ. ഇത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമാക്കപ്പെട്ട കാര്യമാണ്. അത് അവർ പഠിക്കണം. മതത്തിൽ ഇത് പ്രത്യേകമായി വിശ്വാസപരമായ കാര്യങ്ങൾ. 3 matters. Learning here means to be taught by the scholars, memorization and comprehension. This is the meaning of learning, and it is not to acquire by merely reading or being in a study hall as it is called. This is not learning. Learning is only by being taught by the people of knowledge along with memorizing and understanding it completely. This is the correct way of learning. As for merely reading and studying, then this is not sufficient in and of itself when it comes to learning.
And if it is something that is sought, then there is benefit contained within it. However, it is not sufficient. മൂന്ന് കാര്യങ്ങൾ ഇവിടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതും അത് മനഃപ്പാഠമാക്കുന്നതും അത് ശരിക്കും ഗ്രഹിക്കുന്നതുമാണ്. ഇതാണ് പഠിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വെറുതെ വായിക്കുകയും ഒരു പഠന റൂമിലിരുന്ന് പഠിക്കുകയും ഇത് പഠനമല്ല. പഠനം എന്ന് പറഞ്ഞാൽ അത് അറിവുള്ളവരിൽ നിന്ന് പഠിക്കുകയും അത് മനഃപ്പാഠമാക്കുകയും അത് ശരിക്കും മനസ്സിലാക്കുകയും വേണം. ഇതാണ് ശരിയായ രീതിയിലുള്ള പഠനം. വെറുതെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക ഇത് മതിയാവുകയില്ല. ഇത് തേടപ്പെട്ട കാര്യം തന്നെയാണ്, അതിൽ ഗുണമുണ്ട്, പക്ഷെ അത് മതിയാവുകയില്ല. And it is not allowed for one to just study from books alone without a teacher, just as it has occurred in our time, because studying from books alone is very dangerous, and the result of it is that which corrupts. To feign knowledge is more harmful than being ignorant. That is because the ignorant one knows that he is ignorant and he stops at his limitation, whereas the one who feigns knowledge considers himself to be knowledgeable, thereby causing him to make permissible that which Allah has made permissible, and vice versa. He speaks about Allah without knowledge. This is a very grave matter. അപ്പോൾ പഠനമെന്ന് പറഞ്ഞാൽ അത് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല, ഒരു അധ്യാപകൻ ഇല്ലാതെ. ഇങ്ങനെയാണ് നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം പുസ്തകത്തിൽ നിന്ന് മാത്രം വായിക്കുന്നത് വളരെ അപകടകരമാണ്. അത് കാരണം കുഴപ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വിജ്ഞാനം നടിക്കുകയാണ് വിജ്ഞാനം അറിവില്ലാത്തവനേക്കാൾ കൂടുതൽ ദ്രോഹം ചെയ്യുക. കാരണം അറിവില്ലാത്തവന് അവൻ അറിവില്ലാത്തവനാണെന്ന് അറിയാം, അങ്ങനെ അവൻ്റെ പരിധി കടക്കുകയില്ല. അതേസമയം വിജ്ഞാനം നടിക്കുന്നവൻ അവന് വിവരമുള്ളവനാണെന്ന് കരുതുകയും അങ്ങനെ അള്ളാഹു അനുവദിച്ചത് അനുവദിക്കാതിരിക്കുകയും അനുവദിച്ച ഹറാമാക്കിയത് അനുവദിക്കാതിരുന്നത് അനുവദിക്കുകയും ചെയ്യും. അങ്ങനെ അവൻ അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാതെ സംസാരിക്കും. ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. So the seeking of knowledge is not that which has been taken from the books without a teacher, because the books are only the means of acquiring it. Whereas the reality is that knowledge which is taken from the scholars and the books are only tools to assist the students of knowledge. അതുകൊണ്ട് വിജ്ഞാനത്തെ തേടുക അത് പുസ്തകത്തിൽ നിന്ന് മാത്രമാകുമ്പോൾ ടീച്ചർ ഇല്ലാതെ. കാരണം പുസ്തകങ്ങൾ ഒരു മാർഗം മാത്രമാണ്. യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാൽ അത് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കുകയും പുസ്തകത്തിൽ നിന്ന് പഠിക്കുകയും എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥിയെ സഹായിക്കാനൊരു ഉപകരണം മാത്രമാണ്. Believe that Allah is the one who created us and provided for us and has not left us without a purpose. Al-Ula, Anna Allah khalaqana wa razaqana wa lam yatrukna hamalan. The first, that Allah created us and provided sustenance for us and He did not leave us without a purpose. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് ഉപജീവനം നൽകിയത്. നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് ഒരു ലക്ഷ്യമില്ലാതെ സൃഷ്ടിച്ച് വെറുതെ വിട്ടിട്ടില്ല. ഈ വിശ്വാസം, ഇതാണ് ആദ്യത്തേത്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, നമുക്ക് ഉപജീവനം നൽകി, ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മളെ വെറുതെ വിട്ടിട്ടില്ല. ദശാറത്ത്, അതിൻ്റെ വിശദീകരണം. What the author intends here with his saying that Allah created us is Allah brought us into existence. When before we were created, we were nothing, just like he saying, Hal ata alal insani heenum min ad-dahri lam yakun shay'an mazkura. Has there not been over man a period of time when he was not a thing worth mentioning? Qala kadhalika qala rabbuka huwa aliyya hayyinun wa qad khalaqtuka min qablu wa lam taku shay'a. He said, so it will be. Your Lord says, it is easy for me. Certainly, I have created you before, when you had been nothing. അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നുകൊണ്ട് ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു നമ്മെ ഇവിടെ കൊണ്ടുവന്നു. ഇതിനു മുമ്പ് നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അതിനു മുമ്പ് നമ്മൾ അല്ലാതായിരുന്നു. അള്ളാഹു പറയുന്നു, പ്രസ്താവ്യമായ ഒരു കാര്യവുമില്ലാതെ ഒരു കാലഘട്ടം അവന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെ നിന്റെ രക്ഷിതാവ് പറഞ്ഞു, ഇതെനിക്ക് എളുപ്പമുള്ള കാര്യമാണ്. തീർച്ചയായും ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്. അതിനു മുമ്പ് നീ ഒന്നുമല്ലാതായിരുന്നു.
Man was nothing before his creation. It was Allah the Mighty and Majestic who created him and brought him into existence. Allah said, Am khuliku min ghairi shayin am humul khaliqun. Were they created by nothing, or were they themselves the creators? Chapter 52, verse 35. അപ്പം മനുഷ്യൻ ഒന്നുമല്ലായിരുന്നു അവൻ്റെ സൃഷ്ടിപ്പിന് മുമ്പ്. മഹാനായ അള്ളാഹു ആണ് അവനെ സൃഷ്ടിച്ചതും അവനെ ഇവിടെ കൊണ്ടുവന്നതും. അള്ളാഹു പറയുന്നു, യാതൊരു വസ്തുവുമില്ലാതെ ഉണ്ടായതാണോ, സൃഷ്ടിക്കപ്പെട്ടതാണോ നിങ്ങൾ, അതോ അവരാണോ സൃഷ്ടാക്കൾ? അധ്യായം 52, വചനം 35. He provided sustenance for us. We are in need of sustenance, food and drink, clothing, shelter and transportation. He, the Most High, knew our needs, so He has subjected for us whatever is in the heavens and the earth. All of it is a benefit in order for us to maintain life and to assist to carry out that which we were created for, the worship of Allah, the Most High. അവനാണ് നമുക്ക് ഉപജീവനം നൽകിയത്. നമുക്ക് ഉപജീവനം ആവശ്യമാണ്. ഭക്ഷണം, പാനീയം, വസ്ത്രം, താമസസ്ഥലം, ഗതാഗതം, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. മഹാനായ അള്ളാഹുവിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും ഈ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം നമുക്ക് അധീനപ്പെടുത്തി തന്നു. ഇതെല്ലാം നമ്മുടെ ഗുണത്തിന് വേണ്ടിയും ഇവിടെ ജീവിതം നിലനിൽക്കാനും നമുക്ക് ഇവിടെ നിർവഹിക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്, അഥവാ മഹാനായ അള്ളാഹുവിനെ ആരാധിക്കുക. He did not leave us without a purpose. The word al-hamil in the Arabic language is something that is left and neglected without a purpose. So Allah has created and provided sustenance for us for a tremendous wisdom, and we were not created without a purpose or to be left aimlessly. Afahasibtum annama khalaqnakum abathan wa annakum ilayna la turja'un. Did you think that we had created you in play without any purpose and that you would not be brought back to us? Chapter 23, verse 115. Ayahsabul insanu an yutraka suda alam yakun nutfatan min maniyyin yumna thumma kana alaqatan fa khalaqa fa sawwa. Does man think that he will be left neglected without being punished or rewarded for the obligatory duties enjoined by his Lord Allah on him? Was he not a nutfa, mixed male and female sexual discharge of semen emitted, poured forth? Then he became an alaqa, a clot. Then Allah shaped and fashioned him in due proportion. Chapter 75, verse 36-38. وَمَا خَلَقْنَا السَّمَاءَ وَالْأَرْضَ وَمَا بَيْنَهُمَا بَاطِلًا ذَلِكَ ظَنُّ الَّذِينَ كَفَرُوا وَوَيْلٌ لِلَّذِينَ كَفَرُوا مِنَ النَّارِ. And we created not the heaven and the earth and all that is between them and we created not the heaven and the earth and all that is between them without purpose. That is the consideration of those who disbelieve. Then woe to those who disbelieve from the fire. Chapter 38, verse 27. അപ്പോൾ അള്ളാഹു നമ്മളെ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ വിട്ടിട്ടില്ല. അൽ ഹമൽ എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ വെറുതെ വിടുക. ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ വിടുന്നതിനാണ് അറബി ഭാഷയിൽ അൽ ഹമൽ എന്ന് പറയുക. അതുകൊണ്ട് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ഉപജീവനം നൽകി. ഇതിൻ്റെ പിന്നിലൊരു മഹത്തായ യുക്തിയുണ്ട്. നമ്മളെ ഒരു ലക്ഷ്യവുമില്ലാതെ സൃഷ്ടിച്ച് വെറുതെ വിട്ടിട്ടില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങളെ നിരർത്ഥകമായി സൃഷ്ടിച്ചതാണെന്ന്? ഒരു ലക്ഷ്യവുമില്ലാതെ നിങ്ങളെ നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അധ്യായം 23, വചനം 115. പിന്നെ അള്ളാഹു പറഞ്ഞു, മനുഷ്യൻ വിചാരിക്കുന്നുവോ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുകയാണെന്ന്? നിങ്ങളെ ശിക്ഷിക്കുകയോ നിങ്ങൾ ചെയ്യുന്ന നിർബന്ധ കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകാതെ വെറുതെ വിടുമോ എന്ന്? നിങ്ങളൊരു നുത്ഫയായിരുന്നില്ലേ, അതായത് ഓഫ് സെമൻ, അതായത് സ്രവിക്കുന്ന ഒരു ശുക്രത്തിൽ നിന്നല്ലേ നിങ്ങളുണ്ടായത് ആയിരുന്നത്. അങ്ങനെ നിങ്ങളൊരു മാംസപിണ്ഡമായി. അങ്ങനെ അള്ളാഹു നിങ്ങളെ രൂപപ്പെടുത്തുകയും സംവിധാനിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നെ അള്ളാഹു പറഞ്ഞു, ഈ ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതുമെല്ലാം ഒരു ലക്ഷ്യവുമില്ലാതെ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല. ഇത് സത്യനിഷേധികളുടെ ഒരു ധാരണ മാത്രമാണ്. ആ സത്യനിഷേധികൾക്ക് നരകത്താൽ നാശം.
Allah creating us and subjecting for us these abilities and provisions were done only for a tremendous wisdom and noble goal, which is to worship Him alone. And our creation is not like the animals who were created to be subservient to His servants. Then they die and perish. This is because they are not given free will, nor are they charged with following commands and abstaining from prohibitions. അള്ളാഹു നമ്മളെ സൃഷ്ടിക്കുകയും നമ്മുടെ കഴിവുകൾ അധീനപ്പെടുത്തുകയും നമുക്ക് ഉപജീവനം നൽകുകയും ചെയ്തതിന് പിന്നിൽ മഹത്തായ ഒരു യുക്തിയുണ്ട്, മഹത്തായ ലക്ഷ്യമുണ്ട്. അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. നമ്മുടെ സൃഷ്ടിപ്പ് മൃഗങ്ങളെ സൃഷ്ടിച്ചതുപോലെയല്ല. ആ മൃഗങ്ങൾ അതിൻ്റെ ഉടമസ്ഥകർക്ക് അധീനമാകുന്നു. അങ്ങനെ അവർ മരിക്കുകയും അവർ നശിച്ചു പോവുകയും ചെയ്യുന്നു. കാരണം അവർക്ക് സ്വതന്ത്ര ചിന്ത കൊടുത്തിട്ടില്ല, അവർക്ക് നിർബന്ധ കാര്യങ്ങളില്ല, വെടിയാനുള്ള കാര്യങ്ങളില്ല. The purpose of our existence is to worship Allah alone, just like the saying of the Most High, وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ مَا أُرِيدُ مِنْهُمْ مِنْ رِزْقٍ وَمَا أُرِيدُ أَنْ يُطْعِمُونَ إِنَّ اللَّهَ هُوَ الرَّزَّاقُ ذُو الْقُوَّةِ الْمَتِينُ. And I, Allah, created not the jinn and mankind except that they should worship me alone. I seek not any provision from them, that is provision for themselves or for my creatures. Nor do I ask that they should feed me, that is feed themselves or my creatures. Verily Allah is the all-provider, owner of power, the most strong. Chapter 51, verse 56 to 58. നമ്മളെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അള്ളാഹു പറഞ്ഞു, മനുഷ്യരെയും ജിന്നുകളെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല അവനെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ. ഞാൻ അവരോട് ഉപജീവനം തേടുന്നില്ല, ഞാൻ അവരോട് എന്നെ ഭക്ഷിക്കാൻ ആവശ്യപ്പെടുന്നുമില്ല, ചോദിക്കുന്നുമില്ല. തീർച്ചയായും അള്ളാഹുവാണ് എല്ലാം നൽകുന്നവനും അവനാണ് ശക്തിമാനും പ്രബലനും. We were not created to live, sleep, eat and drink in the life of this world only, and there is nothing after this worldly life. The life of this world is only a transitional stage, where we are then transported to the next life, and our only provisions therein are our righteous actions. So in this life we live, then we die, and then we will be resurrected to be recompensed or rewarded for our deeds. ഈ ലോകത്തെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, ജീവിക്കാനും ഉറങ്ങാനും ഭക്ഷിക്കാനും കുടിക്കാനും. മറിച്ച് ഈ ലോകത്തിന് ശേഷം ഒരു ലോകമുണ്ട്. ഈ ലോകത്തിൻ്റെ ജീവിതം ഒരു താൽക്കാലിക ജീവിതം മാത്രമാണ്. അതിനുശേഷം അടുത്ത ഒരു ജീവിതം വരാനുണ്ട്. അതിലുള്ള നമ്മുടെ ഉപജീവനം ഇവിടെ ചെയ്യുന്ന സൽക്രമങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു, നമ്മൾ മരിക്കുന്നു, അതിനുശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽക്കപ്പെടും. അങ്ങനെ നമുക്ക് അതിൻ്റെ പ്രതിഫലം, നമ്മുടെ കർമ്മങ്ങളുടെ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. Worship is the purpose for which mankind and jinns were created, and proof for the resurrection, recompense and reward are shown in many verses throughout the Quran. Also, it is something that is proven by the intellect, that it is not befitting of the wisdom of Allah the Most High that He will bring in this amazing creation into existence and subject it to the children of Adam, then afterwards leave them to die and perish without being brought into account or rewarded for their actions. Then all of this would be for nothing. Rather, it necessitates that the results for these actions will be dealt with in the hereafter. ആരാധനക്ക് മാത്രമാണ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചതിനുള്ള ലക്ഷ്യം. കാരണം ഇതിനുള്ള തെളിവ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, പ്രതിഫലം നൽകപ്പെടും എന്നത് ഖുർആനിൽ നിരവധി വചനങ്ങളിൽ ഉടനീളം വന്നിട്ടുള്ളതാണ്. ഇത് ബുദ്ധി കൊണ്ടും തെളിയിക്കപ്പെട്ടതാണ്. കാരണം അള്ളാഹുവിൻ്റെ യുക്തിക്ക് യോജിച്ചതല്ല അവൻ നമ്മെ ഈ അത്ഭുതകരമായ സൃഷ്ടിപ്പിന് ശേഷം പിന്നെ നമ്മളെ വെറുതെ വിടുകയും പിന്നെ നമ്മൾ മരിക്കുകയും പിന്നെ നമുക്ക് അതിനുശേഷം കണക്ക് നോക്കുകയോ നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം തരാതിരിക്കുകയോ ചെയ്യുക എന്നത്. അപ്പോൾ ഇതെല്ലാം വെറുതെ ആകും. എന്നാൽ നിർബന്ധമാണ് നമ്മുടെ കർമ്മത്തിന് പരലോകത്ത് അതിൻ്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകണം എന്നുള്ളത്. Due to this, you find from amongst the people a man who devoted his whole life in worship and obedience to Allah while being poor and in need, and he has been mistreated and pressured and has received no reward for any of his actions in the life of this world. And there is the opposite, a man who disbelieves and denies
spends his life in enjoyment by being given what he desires and embarking on all types of crimes which Allah has prohibited. He oppresses the people by transgressing against them and taking their wealth unlawfully and killing them without just right. Then this individual dies and nothing of punishment befalls him. Is this befitting of Allah's justice and wisdom, that he leave the one who is obedient without being rewarded and the one who disbelieved without being punished? This is not befitting of the justice of the Most High, and due to this Allah has made the home of the hereafter a place wherein the good doer will be compensated for his good and the evil doer will be brought into account for his evil. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് കാണാം, ധാരാളം ജനങ്ങളിൽ നിങ്ങൾക്ക് കാണാം അവരുടെ ജീവിതം മുഴുവൻ ആരാധനയിലും അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും ചെലവഴിക്കുന്നു. അവന് ആവശ്യക്കാരനുമാണ്. പക്ഷെ അവനോട് മോശമായി പെരുമാറപ്പെടുകയും അവന് ഞെരുക്കത്തിൽ ജീവിക്കുകയും അങ്ങനെ അവന് ചെയ്ത കർമ്മങ്ങൾക്കൊന്നും അവൻ അള്ളാഹിനെ ആരാധിച്ചതും അള്ളാഹിനെ അനുസരിച്ചതും അവന് ഈ കർമ്മങ്ങൾക്കൊന്നും ഈ ലോകത്ത് ഒരു പ്രതിഫലവും ലഭിക്കുന്നില്ല. ഇതിന് നേരെ വിപരീതമായിട്ടുമുണ്ട്. ഒരു മനുഷ്യൻ നിഷേധിയാകുന്നു. അവൻ ഈ ലോകത്ത് എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നു. അവൻ ആഗ്രഹിച്ചതെല്ലാം അവന് ലഭിക്കുന്നു. അവൻ അള്ളാഹു നിരോധിച്ച എല്ലാ കുറ്റങ്ങളും ചെയ്യുന്നു. അവൻ ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്നു. അതിര് കഴിഞ്ഞ് പ്രവർത്തിക്കുന്നു. അവരുടെ സ്വത്ത് അപഹരിക്കുന്നു. അന്യായമായി അവരെ വധിക്കുന്നു. ഈ മനുഷ്യനും മരണപ്പെടുന്നു. അവന് യാതൊരു ശിക്ഷയുമില്ല. ഇത് അള്ളാഹുവിൻ്റെ യുക്തിക്ക് യോജിച്ചതാണോ? അല്ല, ഒരിക്കലുമല്ല. അള്ളാഹു ഇതുപോലെ അള്ളാഹിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനെ വെറുതെ വിടുകയും അവന് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുകയും ഒരു നിഷേധിയെ ഇങ്ങനെ കുറെ കുറ്റകൃത്യങ്ങൾ ചെയ്തവനെ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുക, ഇത് അള്ളാഹുവിൻ്റെ യുക്തിക്ക് യോജിച്ചതല്ല. അതുകൊണ്ടാണ് അള്ളാഹു നാളെ പരലോകത്ത് ഒരു വീടുണ്ടാക്കിയതും അവിടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലവും തിന്മ ചെയ്യുന്നവർക്ക് അതിൻ്റെ ശിക്ഷയും നൽകപ്പെടും. So the life of this world is the place of actions and the hereafter is the place of recompense, either with paradise or hellfire. And Allah did not leave us without a purpose, like the Lahiri, deniers and Lahiri. That is the people who believe only time will destroy us, as how they believe. Allah said, وَقَالُوا مَا هِيَ إِلَّا حَيَاتُنَا الدُّنْيَا نَمُوتُ وَنَحْيَا وَمَا يُهْلِكُنَا إِلَّا الدَّهْرُ وَمَا لَهُمْ بِذَلِكَ مِنْ عِلْمٍ إِنْ هُمْ إِلَّا يَظُنُّونَ. And they said, there is nothing but our life of this world. We die and we live, and nothing destroys us except ad-dahr, time. And they have no knowledge of it, they only conjecture. Chapter 45, verse 24. This is the statement of the deniers, those who do not believe in the resurrection. So Allah the Mighty and Majestic rejects them with his saying, أَفَنَجْعَلُ الْمُسْلِمِينَ كَالْمُجْرِمِينَ مَا لَكُمْ كَيْفَ تَحْكُمُونَ. Shall we then treat the Muslims, believers, and do righteous deeds like the mujrimun, criminals, polytheists and disbelievers, etc.? What is the matter with you? How judge you? അപ്പോൾ ഈ ലോകത്തിൻ്റെ ജീവിതം കർമ്മങ്ങളുടെ ജീവിതമാണ്. പരലോകമാണ്, അതിലെ സ്വർഗവും നരകവുമാണ്. പരലോകമാണ് പ്രതിഫലത്തിൻ്റെ ജീവിതം. അള്ളാഹു നമ്മെ സൃഷ്ടിച്ച് വെറുതെ വിട്ടിട്ടില്ല, ലാഹരീങ്ങൾ പറഞ്ഞതുപോലെ. അഥവാ അവർ പറയുന്നത് കാലമാണ് നമ്മെ നശിപ്പിക്കുന്നത് എന്ന്. അള്ളാഹു പറഞ്ഞു, അവർ പറയുന്നു ഐഹിക ജീവിതമെന്നാൽ ഈ ജീവിതം മാത്രമാണ്. നാം മരിക്കുന്നു, നാം ജീവിക്കുന്നു, നമ്മെ നശിപ്പിക്കുന്നത് കാലം മാത്രമാണ്. അവർക്കിതിനെക്കുറിച്ചൊരു വിവരവുമില്ല, അവർ ഊഹിക മാത്രമാണ് ചെയ്യുന്നത്. ഇത് അധ്യായം 45 വചനം 24. ഇതാണ് നിഷേധികളുടെ പ്രസ്താവന. അവർ വിശ്വസിക്കുന്നില്ല പരലോകത്തിൽ. അതുകൊണ്ട് മഹാനായ അള്ളാഹു ഇതിനെ തള്ളിക്കൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് നാം മുസ്ലിങ്ങളെയും കുറ്റവാളികളെയും ഒരുപോലെ തുല്യമായി ആക്കുമോ? നിനക്കെന്ത് പറ്റി? നീ എങ്ങനെയാണ് വിധിക്കുന്നത്? أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما يحكمون. Or do those who earn evil deeds think that we shall hold them equal with those who believe in the oneness of Allah and do righteous good deeds?
in their present life and after their death. Worse is the judgment that they make. أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. Shall we treat those who believe in the oneness of Allah and do righteous good deeds as mufsidun and commit crimes, or as mufsidun on earth, or shall we treat the muttaqun, the pious, as the fujjar, criminals, disbelievers, the wicked? This is not possible, nor will it ever happen. അപ്പോൾ അള്ളാഹു പറഞ്ഞു, തിന്മ ചെയ്യുന്നവരും വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്നവരും ചെയ്യുന്നവരെ തുല്യമാക്കുമോ? അവരെ രണ്ടാളെയും ഈ ലോകത്തെ ജീവിതവും മരണശേഷവും നിങ്ങൾ വിധിക്കുന്നത് വളരെ മോശം തന്നെ. അധ്യായം 45 വചനം 21. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ കുഴപ്പക്കാരെ പോലെ ആക്കുകയോ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ ആക്കുകയോ, അല്ലെങ്കിൽ മുത്തക്കീങ്ങളെയും അഥവാ തഖ്വയുള്ളവരെയും ഫുജ്ജാറുകളെയും ഒരേപോലെ ആക്കുകയോ? ഫുജ്ജാർ എന്ന് പറഞ്ഞാൽ കുറ്റക്കാർ, സത്യനിഷേധികൾ, തെമ്മാടികൾ. ഇത് സാധ്യമല്ല. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുക ഇല്ല. നമുക്ക് ഇവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.